ഇത്തവണ ഓണത്തിന് പാലട പായസത്തിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബോളിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചിരുന്നത്. ആദ്യം ഒരു കപ്പ് കടലപ്പരിപ്പെടുത്ത് കുക്കറിൽ 1-2 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കുക. വേവിച്ച ശേഷം വെള്ളം വാലാനായി മാറ്റിവെക്കണം. ഇനി ബോളിയുടെ മാവ് തയ്യാറാക്കാം. ഒരു കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കുറേശ്ശെയായി ചേർത്ത് കുഴച്ചെടുക്കുക. മാവ് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, അതാണ് വേണ്ട കൺസിസ്റ്റൻസി. മാവ് നന്നായി സോഫ്റ്റ് ആവാനും പൊട്ടാതിരിക്കുന്നതിനും കുറച്ച് എണ്ണ കൂടി ചേർത്ത് നല്ലപോലെ ഇടിച്ചൊന്ന് കുഴച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മാവിൻ്റെ മുകളിൽ നികക്കി എണ്ണ ഒഴിച്ച് കുറഞ്ഞത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേവിച്ച് വെള്ളം വാർന്നു വെച്ച കടലപ്പരിപ്പ് ഒരു അരിപ്പയിലൂടെ നമുക്ക് ഫ്രൈങ് പാനിലേക്ക് മാറ്റാം. മിക്സിയിൽ അടിക്കുന്നതിനേക്കാൾ അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നത് ബോളിക്ക് കൂടുതൽ നല്ല ടെക്സ്ചർ കിട്ടുന്നതിന് സഹായിക്കുന്നു. അരിച്ചെടുത്ത കടലപ്പരിപ്പിലേക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടി, ജാതിക്കപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇത് ചൂടായി തുടങ്ങുമ്പോൾ ഒന്ന് ലൂസായി വരും, എന്നാൽ 2-3 മിനിറ്റ് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കട്ടിയാവും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തണുത്ത് വരുമ്പോൾ നെല്ലിക്ക വലിപ്പത്തിൽ ചെറിയ ഉരുളകളാക്കി മാറ്റിവെക്കുക. നമ്മുടെ മാവ് നോക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതോടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം മാവെടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് പരത്തുക. അതിനുള്ളിൽ തയ്യാറാക്കിയ കടലപ്പരിപ്പിൻ്റെ ഒരു ഉരുള വെച്ച് 4 വശത്ത് നിന്ന് മാവ് കൊണ്ട് നന്നായി ലോക്ക് ചെയ്യുക. എന്നിട്ട് അധികമായി വരുന്ന മാവിനെ പിച്ചിക്കളഞ്ഞ് വീണ്ടും ഒന്ന് ഉരുട്ടിയെടുക്കുക. ശേഷം ഇതിന് ചെറുതായി ഒന്ന് പരത്തി ഒട്ടാതിരിക്കാനായി അരിപ്പൊടിയിൽ നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം ചപ്പാത്തിയുടെ വലിപ്പത്തെ വളരെ നേർത്തതായി പരത്തിയെടുക്കുക. ഇനി ഒരു തവ ചൂടാക്കി അതിലേക്ക് ഓരോ ബോളിയായി ഇട്ട് കൊടുക്കാം. അധികം കരിയിക്കാതെ 2 വശവും പെട്ടെന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കുറച്ച് നെയ്യ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബോളി റെഡി ആയിട്ടുണ്ട്. ഇന്നലെ ഞാൻ പാലട പായസമാണ് തയ്യാറാക്കിയത്. അതിൻ്റെ കൂടെയായിരുന്നു കഴിച്ചത്. ബോളിയും പാലട പായസവും കൂടിയുള്ള കോമ്പിനേഷൻ ശരിക്കും സൂപ്പർ ടേസ്റ്റാണ്. ഈ ഓണക്കാലത്ത് നിങ്ങളും വീട്ടിലിതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ.